നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനോടും ആങ്ങളമാരോടും എന്തും പറയാവുന്നായോ നിനക്ക്? മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നേ എല്ലാവരെയും കാണിച്ചു തരാം. ഇതിനൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനിതിന് സമ്മതിക്കില്ല. എനിക്ക് അവകാശമുണ്ട്. ഞാൻ അച്ഛന്റെ മകളാ. നിന്റെ ഷെയറിൽ നല്ലല്ലോ അച്ഛനാ കുട്ടികൾക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത്. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അതൊന്നും ആർക്കും ഷെയർ ചെയ്യുന്നില്ല. മറ്റുള്ളത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. ആതിരയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ അർച്ചനയുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കാൻ പറ്റില്ല. അച്ഛനെ കൊണ്ട് ഇതെല്ലാം പിന്നീന്ന് ചെയ്യിപ്പിക്കുന്നതേ അർച്ചനടുത്തിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അനാവശ്യം പറയരുത്. സ്നേഹ പറഞ്ഞത് അനാവശ്യമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ നെല്ലിശ്ശേരി വീട് നിയന്ത്രിക്കുന്നത് മുഴുവൻ ഇപ്പൊ അർച്ചനയാണല്ലോ. അർച്ചന അറിയാതെ ഈ വീട്ടിലൊരു ഈച്ച പോലും പറക്കില്ല. അർച്ചന നിർബന്ധിച്ചുകൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. മതി. ഇതിന്റെ പേരിൽ നിങ്ങൾ ആരും ഇവിടെ കിടന്ന് വഴക്കിടണ്ട. ഇത് എന്റെ മാത്രം തീരുമാനമാണ്. നാളെ ഈ വീട്ടിൽ ജീവിക്കേണ്ട കുഞ്ഞുങ്ങളാ അവർ രണ്ടുപേരും. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല. ഈ നാട്ടിലെ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ. വേണ്ടി വന്ന ഞാൻ കോടതി വരെ പോകും. നിർത്തടി. പറഞ്ഞു നീ ഇതെങ്ങോട്ടാ കേറി പോന്നേ? ഇനി നീ ഒരു അക്ഷരം മിണ്ടി അടിച്ച് പല്ലിയാൻ താഴെയിടും. പെണ്ണുങ്ങളെ ശബ്ദം ഉയർത്തിയ തല്ലി ഒതുക്കുന്നതാണല്ലോ ആണുങ്ങളുടെ സ്ഥിരം ശീലം. അതെന്നോട് വേണ്ട. നിങ്ങളെപ്പോലെ തന്നെ ഈ അച്ഛന്റെ മകളാ ഞാനും. വാശി എനിക്കുണ്ട്. എന്റെ സമ്മതമില്ലാതെ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിലേ ഞാൻ എന്തേലും കടുങ്കൈ ചെയ്യും. അതിന് പിന്നെ എന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോ ശിവരാമന്റെ കുട്ടിയാണോ അതോ മോഷ്ടിച്ചു കൊണ്ടുവന്നതാണോന്നൊക്കെ ആർക്കറിയാം. നിയമപരമായി ദത്തെടുക്കാത്ത ഒരു കുട്ടിക്ക് സ്വത്തുക്കൾ എഴുതി വെക്കേണ്ട ഒരാവശ്യവുമില്ല. കുറ്റം പറഞ്ഞതും പരിഹസിച്ചതും ഒക്കെ മതി. നിയമപരമായിട്ടായാലും അല്ലെങ്കിലും അർച്ചന ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചത് മുതൽ അത് നെല്ലിശ്ശേരിയിലെ കുഞ്ഞാ. ആ കുഞ്ഞിന്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നതിൽ എനിക്കൊട്ടും ഭയമില്ല. വക്കീലേ. സാർ, ഈ ഡ്രാഫ്റ്റ് കീറിക്കളഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ ഒറിജിനൽ ഓഫീസിൽ ഇരിപ്പുണ്ട്. നാളെ തന്നെ രജിസ്ട്രേഷൻ നടന്നിരിക്കണം. ശരി സാർ. ഞാൻ തീരുമാനിച്ചതിൽ നിന്ന് ഒരണുവിട അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. തീരുമാനിച്ച പ്രോപ്പർട്ടി എല്ലാം രണ്ടു കുഞ്ഞുങ്ങളുടെയും പേരിൽ എഴുതി വെച്ചിരിക്കണം. ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ ആ പ്രോപ്പർട്ടിയുടെ കസ്റ്റോഡിയൻസ് ആയിരിക്കും. ബാക്കിയെല്ലാം നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ. ഒന്നിനും ഒരു മാറ്റവും ഇല്ല. എന്നാ ശരി, ഞാനങ്ങോട്ട്. ശരി വക്കീലെ, എന്തായാലും സ്വത്തുക്കൾ എഴുതാൻ പോവല്ലേ? എന്നാ ഇതും കൂടെ കേട്ടിട്ട് പോക്കോ. എന്ത് വില കൊടുത്തു ഞാൻ ഈ രജിസ്ട്രേഷൻ തടഞ്ഞിരിക്കും. നീ എന്തു പറഞ്ഞടി? എന്താ തല്ലാത്തത്? പ്രായപൂർത്തിയ ഒരു പെൺകുട്ടിയാ ഞാൻ. എന്റെ അഭിപ്രായം ഞാൻ എവിടെയും പറയും. അത് അച്ഛന്റെ മുന്നിലായാലും ആങ്ങളമാരുടെ മുമ്പിലായാലും. മതി നിന്റെ അഹങ്കാരം. അച്ഛനോടും ആങ്ങളമാരോടും എന്തും പറയാവുന്നായോ നിനക്ക്? മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുന്ന നിനക്ക് നല്ലത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നേ എല്ലാവരെയും കാണിച്ചു തരാം. ഇതിനൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കും. എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാനിതിന് സമ്മതിക്കില്ല. വക്കീലേ, ചെല്ല്. ഓക്കെ സാർ. ആട്ടിത്തരേണ്ടത് നിനക്കാണ്. അവളെ ഇത്ര ഉപദേശിച്ച് വഷളാക്കിയതിന്. സ്നേഹ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അതിന്റെ പേരിൽ എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട.
എടുത്തി. നിങ്ങളെ ഞാൻ ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നത് നിങ്ങളെ ഓർത്തിട്ടല്ല, സച്ചേട്ടനെ ഓർത്തിട്ട് മാത്രമാ. സ്നേഹ, നിന്നോടൊരു വഴക്കിനെ തൽക്കാലം എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീ പോ. അങ്ങനെ നിങ്ങൾ ഒഴിഞ്ഞു മാറണ്ട. അച്ഛനെ സ്വാധീനിച്ച് എല്ലാം ചെയ്യാൻ ഒരുങ്ങിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതാ എനിക്ക് ഇഷ്ടമല്ലാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, അച്ഛന്റെ ഈ തീരുമാനമായിട്ട് എനിക്കൊരു ബന്ധവുമില്ലെന്ന്. അച്ഛന്റെയോ ഈ വീട്ടിലെ ഒരു സ്വത്തും എനിക്കോ എന്റെ മോക്കോ വേണ്ട. അത് ചോദിച്ചിട്ടായാലും ഇഷ്ടദാനമായാലും അതിന്റെ ആവശ്യം എനിക്കില്ല. അതിപ്പോ എന്നോട് പറയുന്നതല്ലേ. അച്ഛന്റെ മുന്നിൽ ചെന്ന് നിന്ന് പാവം നടിച്ചിട്ട് എല്ലാം കൈപ്പറ്റുകയും ചെയ്യും. നിങ്ങൾ എവിടെന്നോ ഒരു കൊച്ചിനെ എടുത്തോണ്ട് ഈ വീട്ടിലോട്ട് കേറി വന്നു. അത് ശിവരാമന്റെ ആയാലും ആരുടെ ആയാലും എനിക്കൊന്നുമില്ല. വളർത്തുന്നതും ഉപേക്ഷിക്കുന്നതും ഒക്കെ നിങ്ങളുടെ താല്പര്യം. അതിന്റെ പേരിൽ ഒരു സ്വത്ത് തർക്കം ഉണ്ടാക്കാൻ ഞാൻ വരുന്നില്ല. പക്ഷെ എനിക്ക് കൂടെ അവകാശപ്പെട്ടതിൽ നിന്ന് ഒരു തരി മണ്ണോ ഒരു ചില്ലി കാശോ ഞാൻ തരില്ല. എല്ലാം ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ട് പോവാനല്ലേ നിങ്ങൾ ആ കൊച്ചിനെയും കൊണ്ടുവന്നത്? ആരുമില്ലാത്ത അനാഥയായ കൊച്ചിനെ അമ്മയായി കാണുന്ന അർച്ചനെ വാനോളം പുകഴ്ത്തുന്നവരുണ്ടാവും. നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം. ഒരു കുഞ്ഞില്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നിയതല്ലേ ഈ കൊച്ചിനെ വളർത്താന്നുള്ള ചിന്ത? സ്നേഹ, നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്കൊന്നിന്റെ ആവശ്യമില്ലാന്ന്. അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്റെ താല്പര്യപ്രകാരം അല്ല. പിന്നെ എന്നു മുതലാണ് നിനക്ക് ഈ പൈസയുടെ സ്വത്തിന്റെയൊക്കെ സ്നേഹം തുടങ്ങിയതെന്നും ഇതൊക്കെ ഇപ്പോ ആര് പറഞ്ഞിട്ടാ നീ ചെയ്യുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ധനുഷ് എന്ന് പറയുന്നവരോട് നീ ചെന്ന് പറഞ്ഞേക്ക്, അർച്ചനയ്ക്കൊന്നും വേണ്ടാന്നും അവൻ ഇവിടെ നിന്നും കിട്ടാനും പോകുന്നില്ലാന്നും. ഹാ, ധനുഷ് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അതിലെന്താ തെറ്റ്? നാളെ ഒരു സമയത്ത് ഞാൻ അവന്റേതായി കഴിയുമ്പോ അവനും കൂടെ അനുഭവിക്കാനുള്ളതാ ഇതൊക്കെ. ഞങ്ങൾക്കും ഉണ്ടാവും കുഞ്ഞുങ്ങള്. ആ കുഞ്ഞുങ്ങൾക്കും കൂടെ ഉള്ളതാ എവിടെന്നോ കൊണ്ടുവന്ന ഈ കൊച്ചു അനുഭവിക്കാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ദണ്ണം ഉണ്ടാവും. മര്യാദയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അച്ഛനോട് പോയി പറയണം ഒന്നും വേണ്ടെന്നും ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കണ്ടെന്നും. സ്വന്തം മക്കളെക്കാൾ ഇഷ്ടം മരുമക്കളോടായതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. അതല്ല, ചുളുവിന് നിന്ന് ഇതെല്ലാം അടിച്ചെടുക്കാനുള്ള പരിപാടിയായിട്ട് ഇനിയും മുന്നോട്ട് പോവാനാണെങ്കിൽ ആർക്കും അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ഓരോന്ന് ചെയ്തു കളയും. പിന്നെ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.